ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ജെഫിൻ. ഞാൻ വരുന്നത് മാവേലിക്കരയിൽ നിന്നാണ്. എനിക്ക് കൃപാസനത്തിൽ വരുവാൻ സാധിച്ചത് ഒക്ടോബർ മാസം 23 2021 ഞാൻ കൃപാസനത്തിൽ വരുന്നത് എൻ്റെ ഫ്രണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ യൂഷ്വലി ഇങ്ങനെ ചർച്ച് വിസിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എന്നോട് അവൻ പറയുകയും ഞങ്ങളങ്ങനെ ഇവിടെ വന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് നാൾ ഇവിടെ ആലപ്പുഴ ഉണ്ടായിരുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ വന്നു പോകുന്ന ഒരാൾ മാത്രമായിരുന്നു. എന്നാൽ ആവശ്യങ്ങളുണ്ടെങ്കിലും അതൊരു നിയോഗമായി ഇവിടെ വന്ന് സമർപ്പിച്ചിട്ടില്ലായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, ദൈവമായി വന്ന് പറയുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. നീ അവിടെ പോകണം, അവിടെ ചെന്ന് നീ ഉടമ്പടി എടുക്കണം എന്ന്. ഞാൻ പെട്ടെന്ന് എൻ്റെ ഈമായിട്ട് എടുത്ത് പറഞ്ഞു, ഈമ നമുക്ക് ഉറപ്പായിട്ടും അവിടെ പോകണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക ഉണ്ടായിരുന്നു. അന്ന് പ്രത്യേകിച്ച് ആവശ്യങ്ങളും നിയോഗങ്ങളും ഒന്നും ഞാൻ വലുതായിട്ട് എഴുതിയില്ല. പക്ഷേ എൻ്റെ ആവശ്യങ്ങൾ 2 കാര്യങ്ങൾ മെയിൻലി ഉണ്ടായിരുന്നു. ഒന്ന്, എൻ്റെ ജീവിത സാഹചര്യത്തിൽ ഒരു നല്ല ഉപജീവന മാർഗം. 2, എൻ്റെ ഡൈജഷൻ ഇഷ്യൂ. എന്നാൽ ആ സമയത്ത് തന്നെ എനിക്ക് 2-3 ഇടത്തു നിന്ന് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയും ഞാൻ അങ്ങ് നോർത്ത് സൈഡിലേക്ക് ജോലി ചെയ്യാനായിട്ട് പോകാനിടയായി. ആ സമയം ജോലി ലഭിച്ചു എന്നുള്ളതൊരു വലിയ ദൈവിക അനുഭവമാണെങ്കിലും എന്നാൽ എൻ്റെ ഡൈജഷൻ ഇഷ്യൂ, ഞാൻ 12 ഇയേഴ്സായിട്ട് ഡൈജഷൻ ഇഷ്യൂ ഭയങ്കര പ്രയാസത്തിലായിരുന്നു. അത് ഒരിക്കലും നിങ്ങൾക്ക് പറഞ്ഞാൽ എത്രത്തോളം അതിനെപ്പറ്റി മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ അനുഭവിച്ച അനുഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസത്തിലായിരുന്നു. ബാത്റൂമിലൊക്കെ പോകാനാണ് വലിയ പാട്. 4 മണിക്കൂറോളമൊക്കെ ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് 4 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ഞാൻ ബാത്റൂമിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങി വരിക. അതെന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് അലട്ടുകയുണ്ടായി. അപ്പം ഞാൻ കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുവാൻ എന്നെ സഹായിച്ച ഒരു ഇടമാണ് ഇത്. കാരണം ഞാൻ ജനിച്ചു വളർന്ന ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും അത്രമാത്രം ദൈവിക കൽപ്പനകൾ പ്രമാണിച്ചോ അല്ലെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നിലനിന്നാലും പക്ഷേ അവിടെ ഇവിടെയൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ എൻ്റെ സംഭവിച്ചിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം എന്നെ ഇത്രമേൽ വിശ്വാസത്തിൽ വളർത്തി എന്നെ ദൈവം നിലനിർത്തിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ആരോഗ്യവാനായിട്ട് നിലനിൽക്കുന്നത്. ഞാനൊരു 11 വർഷം ഒരു 52 kg പേഴ്സണാണ്. അതിന് വലിയ മാറ്റമൊന്നുമില്ല. ഒന്ന് 52 അല്ല 53. ഈ ഒരു ഡിഫറൻസാണ്. ഇന്ന് ഞാൻ ഒരു 65 kg പേഴ്സൺ ആയത് ഒരു വലിയ ദൈവിക അനുഭവമാണ്. കാരണം എന്നെ പ്രയാസങ്ങളിലാണ് ഞാൻ ദൈവത്തിൽ കൂടുതൽ അടുത്തത്. ഞാൻ ജോലിയുടെ സംബന്ധമായുള്ള പ്രയാസങ്ങളിലൊക്കെ ഞാൻ പിന്നീട് കടന്നു പോവുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ ഞാൻ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചപ്പോൾ ദൈവം എനിക്ക് തന്നൊരു വലിയ അനുഭവമാണ്, ഒരു വലിയ വിടുതലാണ് എൻ്റെ 11 വർഷമായിട്ടുള്ള എൻ്റെ ഡൈജഷൻ ഇഷ്യൂ. അതുപോലെ തന്നെ എനിക്ക് HB കൗണ്ട് അല്പം കൂടുതലായതുകൊണ്ട് എനിക്ക് വീസിങ് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം ഇവിടെ വരികയും പ്രാർത്ഥിച്ചിട്ട് പോകാനായിട്ട് വന്ന സമയത്ത് എനിക്ക് ഭയങ്കര വീസിങ് ഉണ്ടായി. അപ്പോൾ ആ വീസിങ് ഉണ്ടായിരുന്ന സമയത്ത് ഇവിടുത്തെ സിസ്റ്റേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഉറപ്പായിട്ടും അച്ഛനെ കാണണം, അച്ഛൻ്റെ ആശീർവാദം വാങ്ങിച്ച് പ്രാർത്ഥിച്ചിട്ട് നീ പോയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്നേരം ഇവിടെ വന്നപ്പോൾ ഒത്തിരി ആളുകളാണ്. പക്ഷേ എൻ്റെ മാതാവ് അവിടെയും ഇടപെട്ട് എനിക്ക് വേണ്ട വഴികളൊരുക്കി എനിക്ക് അച്ഛനെ കാണുവാനായി ഇടയായി. പക്ഷെ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞത്, അച്ഛാ എൻ്റെ ഡൈജഷൻ ഇഷ്യൂ ആണ്. എൻ്റെ വീസിങ് പ്രശ്നത്തെക്കാൾ വലിയ പ്രശ്നമാണ് എൻ്റെ ഡൈജഷൻ ഇഷ്യൂ. അപ്പോൾ എനിക്ക് പ്രധാനം അതായിരുന്നു. ഞാനന്ന് അച്ഛനോട് എൻ്റെ ഡൈജഷൻ ഇഷ്യൂ പറയുകയും അച്ഛൻ വിശേഷ തൈലം തൊട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അന്ന് ഞാൻ തിരിച്ചു പോവുകയും പിന്നീട് എനിക്ക് ആ വീസിങ് പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ ആവശ്യം ഡൈജഷൻ ഇഷ്യൂ ആണെങ്കിൽ എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി കണ്ടത് എൻ്റെ വീസിങ് പ്രശ്നമായിരുന്നു. ആ വീസിങ് പ്രശ്നം മാറിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ ഡൈജഷൻ ഇഷ്യൂ മാറി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. ഈ തരത്തിൽ എന്നെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയുന്നത് ഞാൻ വിശ്വാസത്തിൽ വളർന്നു. ഞാൻ അടിയുറച്ച് വിശ്വസിക്കും. ഇനി എന്തെല്ലാം സംഭവിച്ചാലും യോബ് പറഞ്ഞതുപോലെ യഹോവയാണ് എൻ്റെ ദൈവം, യഹോവയാണ് എൻ്റെ ബലം. എൻ്റെ ആലയിലെ ആടുകളെല്ലാം നഷ്ടമായാലും യഹോവയാണ് എൻ്റെ ദൈവം എന്ന് പറയുന്ന വിശ്വാസത്തിൽ വളർന്നതുകൊണ്ട് ഇന്ന് അനവധി അത്ഭുതങ്ങളും ദൈവം ഓരോ അനുനിമിഷം എന്നെ നടത്തുന്ന അനുഭവങ്ങൾ ഇന്ന് ഞാൻ അനുഭവപ്പെടുന്നു. എവിടെ ആയിരുന്നാലും ദൈവം അനുഗ്രഹിച്ച ഓരോ വഴികൾക്കും നന്ദി കരയറ്റുവാൻ ദൈവം ഇപ്രകാരം എന്നെ ഇടയാക്കിയതിന് ദൈവത്തിനും മാതാവിനും 1000 നന്ദി പറയും. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. ആലപ്പുഴയിൽ നിന്ന് ഈ സഹോദരൻ നമ്മളോട് പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ്. 12 വർഷമായിട്ട്
ഡൈജഷൻ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നതാണ് സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞത്. നമുക്കറിയാം ഈ സഹോദരൻ്റെ ഒരു ഹൈറ്റെല്ലാം വെച്ചിട്ട് നമുക്കറിയാം ആ ഹൈറ്റിനനുസരിച്ചുള്ള ബോഡി വെയിറ്റ് വേണം. പക്ഷേ ഈ ഡൈജഷൻ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് വെറും 52 കിലോ മാത്രമുള്ള ബോഡി വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. 12 കൊല്ലത്തോളം ഉണ്ടായിരുന്ന ഈ വിഷമമാണ് കൃപാസനത്തോട് കടവന്ന് മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സുഖപ്പെട്ടത്. ഒപ്പം തന്നെ വീസിങ്ങിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതും മാറി. അതിനേക്കാളൊക്കെ അപ്പുറത്ത് എപ്പോഴും ദൈവം കൂടെയുണ്ടെന്നുള്ള വലിയൊരു ബോധ്യം മരിയൻ ഉടമ്പടി വഴിയായിട്ട് ദൈവം എന്നെ കരം പിടിച്ച് ഏത് കഷ്ടതയിലും ഈശോ എന്നെ വഴി നടത്തും എന്നുള്ളൊരു വലിയൊരു ബോധ്യം ഈ ഒരു ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു യുവാവിന് കിട്ടിയെന്നാണ് പറഞ്ഞത്. ഒപ്പം തന്നെ ബൈബിള് കൊതിയോടുകൂടി വായിക്കുവാനും വചനത്തിൽ ഈശോയുടെ സ്വരം ശ്രവിക്കുവാനും അങ്ങനെ ജീവിതം ക്രമീകരിക്കുവാനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വചനത്തിൽ മുറുകെ പിടിച്ച് മുന്നേറുവാനുള്ള വലിയൊരു ആ ഒരു കൃപ കിട്ടിയെന്നാണ് സാക്ഷ്യത്തിൽ നമ്മളോട് പങ്കുവച്ചത്. അപ്പം തന്നെ സഹോദരിയുടെ കാര്യം പറഞ്ഞായിരുന്നു. 7 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്ന ആ സഹോദരിക്ക് കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇപ്പോൾ ആ മകൾ പ്രഗ്നൻ്റ് ആണെന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത്. മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവിനെയും ദൈവപിതാവിനെയും മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.